ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് 3 വർഷം പഴക്കമുള്ള ഇലക്ട്രിക് സ്കൂട്ടറാണ്. ആംബിയർ മാഗ്നസ് EX. വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഇതുവരെയും ഉണ്ടാവാത്ത സ്കൂട്ടറാണ്. ഇതിന് ഏകദേശം ഈ 3 വർഷത്തിനുള്ളിൽ കംപ്ലൈൻറ്റ് വന്ന് ടയർ മാറി ഇതൊഴിച്ച് കഴിഞ്ഞാൽ വേറെ മറ്റ് കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല. അതിനകത്ത് ഈ പൂട്ട് ഒന്ന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഈ ലോക്കിന് അതിന് ഏകദേശം 1400 രൂപ എനിക്ക് അത് ചിലവായിട്ടുണ്ട്. പിന്നെ ബാക്ക് ഷോക്ക് അബ്സർ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അത് കൂടുതൽ ഞാൻ സിംഗിൾ യാത്രയായതുകൊണ്ട് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നേരത്തെ കിടന്ന ഷോക്ക് അബ്സർ മാറി ഈ ബാക്ക് റിയർ ഷോക്ക് അബ്സർ ഒരു 1300 രൂപ ചിലവിൽ സോഫ്റ്റ് ഷോക്ക് അബ്സർ ആക്കി. അത് പൊടിയാടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ഒരട്ടേക്കാണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ചാർജർ ഒരു പ്രാവശ്യം ഒന്ന് കംപ്ലൈൻറ്റ് വന്നു. അത് ഗ്യാരണ്ടി പീരീഡിൽ തന്നെ നമുക്കൊന്ന് ആ ചാർജർ മാറ്റി തന്നു. നമ്മൾ ചാർജർ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വണ്ടിയിൽ ചാർജർ കണക്ട് ചെയ്തതിന് ശേഷം അവസാനം മാത്രമേ നമ്മുടെ ഇലക്ട്രിക് മറ്റേ സ്വിച്ച് ഇടാവൂ. അല്ലാതെ ചാർജർ കൊണ്ട് നമ്മൾ പ്ലഗിൽ കൊണ്ട് കുത്തിയതിന് ശേഷം സ്വിച്ച് വിട്ടതിന് ശേഷം അത് കൊണ്ടുവന്ന് ചാർജിങ് പോർട്ട് ഇവിടെ കൊണ്ട് കുത്തരുത്. ഇവിടെ ഒരു അടപ്പുണ്ടായിരുന്നു, അത് പോയി, അത് ഇവിടുന്ന് പൊട്ടിപ്പോയി. അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ അടച്ചു വെക്കാം നമുക്ക്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചാർജ് ചെയ്യുമ്പം നമ്മൾ ആദ്യം ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം അവസാനം മാത്രമേ നമ്മൾ പ്ലഗിലെ സ്വിച്ച് ഓൺ ആക്കാവൂ. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് ആ ചാർജർ എനിക്ക് അന്ന് കംപ്ലൈൻ്റ് ആയി പോയത്. അത് പ്രത്യേകം നമ്മൾ ആ ചാർജറിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ ഇതൊക്കെ മാഞ്ഞു പോയി, നമ്മളായതുകൊണ്ട് മാഞ്ഞു പോയി. ഈ ഒരു പടം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഇട്ടുതരാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ പ്ലഗിൽ കൊടുത്തതിന് ശേഷം അവസാനം മാത്രമേ നമ്മൾ ഇതിൻ്റെ പ്ലഗിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാവൂ. അത് വളരെ ശ്രദ്ധിക്കുക. ഇതാണ് ചാർജർ. മറ്റ് കംപ്ലൈൻറ്റുകളൊന്നുമില്ല. പിന്നെ സാധാരണ ഈ മഴ സമയത്ത് നമ്മുടെ ആംബിയർ മാഗ്നസിന് ഒക്കെ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഇതിൻ്റെ കീയുടെ പ്രശ്നം. കീ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്വിച്ച് കറക്റ്റായിട്ട് വർക്ക് ആവത്തില്ല. അപ്പോൾ ചെറിയൊരു ക്ലാവ് അല്ലെങ്കിൽ തുരുമ്പൊക്കെ കയറിയിരിക്കുന്നില്ലേ, അതിന് നമ്മൾ ക്ലാവല്ല തുരുമ്പ് കയറി. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് WD-40. ഏകദേശം 75 രൂപ മാത്രം. ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ തുരുമ്പുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് അരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്വിച്ചിൻ്റെ ആ ലൂസ് കോണ്ടാക്റ്റൊക്കെ അങ്ങ് മാറിക്കിട്ടും. എന്തെങ്കിലും തുരുമ്പ് കയറി അത് അതിൻ്റെ കറക്റ്റ് പ്രോപ്പറായിട്ട് സ്വിച്ച് വർക്കാവാതൊക്കെ വരികയാണെങ്കിൽ അത് ബെറ്ററായിട്ട് വർക്കാവും. അതിന് നമ്മൾ കരുതേണ്ട ഒരു 75 രൂപ WD-40 ഈ സാധനം നമ്മൾ ഒരു കരുതി വെക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഇതിൻ്റെ ലൈനിങ് ഒന്ന് മാറിയായിരുന്നു. അത് 500 രൂപ റേഞ്ചിൽ 450 രൂപ. ടയർ മാറി. ടയർ പിന്നെ ഇവിടെ അടുത്തൊരു ലോക്കൽ ഇലക്ട്രിക്കൽ സ്കൂട്ടർ വർക്ക്ഷോപ്പിലാണ് മാറിയത്. അതിന് ഏകദേശം ഒരു 2000-ഓളം രൂപ, 2100 കണ്ട് ഈ ടയർ മാറുന്നതിന് എനിക്ക് ചിലവായി. കാരണം ഇച്ചിരി അഴിക്കുന്ന ടയറിൻ്റെ ബാക്ക് സൈഡ് അഴിക്കുന്നതൊക്കെ ഒരു ഇച്ചിരി പണിയുണ്ട്. അതിന് 2200 രൂപയാണ് എനിക്ക് ചിലവായത്. ഇത്രയൊക്കെയാണ്. മറ്റ് ചിലവുകളൊന്നുമില്ല. ഏകദേശം 21,000 കിലോമീറ്റർ. കറണ്ട് ചാർജ് വലുതായിട്ടൊന്നും കൂടത്തില്ല. അത് ഞാൻ എൻ്റെ ഓഫീസിൽ നിന്നാണ് ഞാൻ കറണ്ട് ചാർജ് ചെയ്യുന്നത്, വണ്ടി ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു ലാഭമാണ്, വളരെ ലാഭമാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ. പിന്നെ 2100 വാട്ട്സാണ് ഇതിൻ്റെ ഇലക്ട്രിക് മോട്ടർ. 2400 ആംബിയർ അവറാണ് ഇതിൻ്റെ ബാറ്ററി. 2400 വാട്ട്സാണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. നോക്കുക, ഇതിൻ്റെ കപ്പാസിറ്റി നോക്കാം. 60 വോൾട്ട് 38 AH ബാറ്ററിയാണ്. അപ്പോൾ 60 കൊണ്ട് 38, ഏകദേശം 60 കൊണ്ട് 40, 2400. 2400 വാട്ട്സ് കപ്പാസിറ്റി നമുക്ക് ഇതിനകത്ത് ബാറ്ററി സ്റ്റോർ ചെയ്യാൻ പറ്റും. ബൈ ആംബിയർ ഗ്രീവ്സ്. ഓക്കെ. ഇവിടുന്ന് ചാർജ് ചെയ്യാനുള്ള റിപ്പോർട്ടുണ്ട്. ഇപ്പോഴും ഇതിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിൽ നമ്മൾ 40-45 കിലോമീറ്റർ സ്പീഡ് പോവുകയാണെങ്കിൽ നമുക്ക് 100 കിലോമീറ്റർ പുറത്ത് മൈലേജ് നമുക്ക് കിട്ടും. പിന്നെ
നമ്മൾ 50-55 സ്പീഡ് 55 സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ അത്രയും കിട്ടത്തില്ല. ഒരു 80 കിലോമീറ്റർ സ്പീഡ് 80 റേഞ്ചൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. 40-45 പോകുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് 100 കിലോമീറ്റർ കറക്റ്റ് അവർ പറയുന്ന റേഞ്ച് തന്നെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. വണ്ടിയുടെ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മൈലേജ് ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നല്ലൊരു വണ്ടിയാണ്. ഇതുവരെ മറ്റ് കംപ്ലൈൻറ്റുകളും വഴി കിടക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു കമ്പനിയുമാണ് ആംപിയർ മാഗ്നസ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ വണ്ടിയിടയ്ക്കൊക്കെ ഒന്ന് തട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്ത് ഷെയർ ചെയ്യുക. അതുപോലെ ഡ്യുവൽ ഷോക്ക് അബ്സറാണ്. ഡ്യുവൽ ഷോക്ക് അബ്സർ നല്ലതാണ്. നമുക്ക് സോഫ്റ്റ് ഷോക്ക് അബ്സർ കേൾക്കാനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനൊക്കെയാണ് ഡ്യുവൽ ഷോക്ക് അബ്സർ. നമുക്ക് തുച്ഛമായ വിലയ്ക്ക് നമുക്ക് സോഫ്റ്റ് ഷോക്ക് അബ്സറൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. സിംഗിൾ യാത്രയൊക്കെ പോകുന്നവർക്ക് നല്ല സുഖയാത്ര കിട്ടാൻ ഇതുപോലെ സോഫ്റ്റ് ഷോക്ക് അബ്സർ ഒക്കെ ആണെങ്കിൽ സുഖയാത്ര നമുക്ക് ആസ്വദിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.